ഹലോ കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വാഴക്കൂമ്പ് തോരനാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ടൊരു വാഴക്കൂമ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ 2-3 പോള ഇളക്കി മാറ്റണം. ഇളക്കി മാറ്റിയ ശേഷം അതിനെ നമ്മൾ വളരെ ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചരിഞ്ഞെടുക്കണം. കൊത്തിപ്പൊടിച്ചരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലൊരു കറയുണ്ട്, അത് മാറ്റാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊഴിച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. അപ്പോൾ അതിനകത്ത് കറയും പോവും. പിന്നെ വല ചിലപ്പോൾ ഇത് കുത്തിപ്പിടിച്ചരിയുമ്പോൾ ഒരു വല വരും, ആ വലയുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. അത് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി എടുക്കുമ്പോഴത്തേക്കിന് വലയുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വരും. എന്നിട്ട് അത് നമ്മളൊരു പാത്രത്തിലോട്ട് കടുക് വറുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവാൻ വയ്ക്കാം. വേവാൻ വെച്ചിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങായും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി എന്നിവ ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ട് മൂടി തുറന്നപ്പം അതിനകത്തോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് തോരൻ്റെ കൂമ്പ് അരിഞ്ഞത് വെന്തത് വെച്ച് മൂടി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് ഇച്ചിരി നേരം മൂടി വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് ഞാൻ കടുക് വറുത്തപ്പം ഈ ഉഴുന്ന് പരിപ്പ് വറുത്തിടാൻ മറന്നുപോയി. അതുകൊണ്ട് രണ്ടാമതൊരു പാത്രത്തിലോട്ട് ഉഴുന്ന് പരിപ്പും കൂടെ വറുത്ത് ചേർത്ത് കൊടുത്ത്. അങ്ങനെ വറുത്തിട്ടെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, നന്നായിട്ടുണ്ട്, നല്ല രുചിയാണ്. എന്തായാലും തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റും ഷെയറും ലൈക്കും തരാനും മറക്കല്ലേ.